അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇതുപോലൊരു വലിയ ബീഡ് ഇട്ട് ചെയിൻ സ്റ്റിച്ചും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ചും ഇട്ട് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇതിനേക്കാൾ ചെറിയ ബീഡ്, അതായത് 3mm 2mm അങ്ങനെ പല സൈസുകളിലും നമുക്ക് ബീഡ്സ് കിട്ടും. അപ്പോൾ ഓരോ ബീഡ് ഇട്ടിട്ട് ഇതുപോലെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. തൊട്ടടുത്ത് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു വീഡിയോ മിസ്സായി പോയതാണ്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ബീഡും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു. ഇനി ഒരു ബീഡും കൂടെ നമുക്കിതിൻ്റെ ഇടയിൽ ആവശ്യമുണ്ട്. ഈ ഒരു ബീഡും കൂടെ ഇട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതലും ഈ ഒരു ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിലും അതുപോലെ തന്നെ നെക്കിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. പല ഡിസൈനിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ട്രഡീഷണൽ വർക്കിൽ ബീഡ്സ് കൊണ്ടുള്ള ഇതൊക്കെ നമ്മൾ പല ഡിസൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആരി നീഡിലുകൊണ്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു ബീഡ് കൊണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ആദ്യം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ബീഡിൻ്റെ ഉള്ളിലായിട്ട് ത്രെഡിനെ ഇട്ട് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുക. ഞാൻ ഈ കാണിച്ചിരുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. താഴേക്ക് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തതെന്ന്. ഇപ്പോൾ ചെറിയ ബീഡാണെങ്കിലും വലിയ ബീഡാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്. ബീഡ് ഇട്ട് കൊടുക്കുക. തൊട്ടടുത്ത് തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ അടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ആൻഡ് നോട്ട് ഇട്ട് അവസാനിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ത്രെഡിനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് താഴെ നിന്നും വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരി വർക്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമാണ് കേട്ടോ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്.